ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ടൊവിനോ തോമസ് നായകനായി ഈ വർഷം പുറത്തു വന്ന ഐഡന്റിറ്റി എന്ന ചിത്രം ഒരു പരാജയമായിരുന്നു. സോ എന്താണ് ഈ ചിത്രം പരാജയപ്പെടാനുണ്ടായിട്ടുള്ള കാരണം? എന്തെല്ലാമാണ് ചിത്രത്തിൽ മോശമായി വന്നിരുന്നത്? അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചിത്രത്തെ എങ്ങനെ ബെറ്ററാക്കി അവതരിപ്പിക്കാമായിരുന്നുവെന്നും അത്തരത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധ്യതയെക്കുറിച്ചുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. സോ വീഡിയോ രണ്ട് ഭാഗമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ ചിത്രത്തിൽ വന്നിട്ടുള്ള വലിയ നെഗറ്റീവുകൾ എന്തെല്ലാമാണ്, ചിത്രത്തിൽ മനോഹരമായി യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും അവർ യൂസ് ചെയ്യാതിരുന്നിട്ടുള്ള കാര്യങ്ങളും, തിരിച്ച് ഓവറായി യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുകയും പിന്നീട് എന്റെ മനസ്സിലുള്ള ആ ഒരു കഥ പറയുകയുമാണ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ചിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ആ വലിയ നെഗറ്റീവുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചിത്രത്തിന് നെഗറ്റീവായിട്ട് കൂടുതൽ പ്രേക്ഷകർക്കും തോന്നിയിട്ടുള്ള കാര്യം സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള ആ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. തുടക്കത്തിൽ വന്നിരുന്ന ആ ഒരു മർഡർ മിസ്റ്ററിയിൽ നിന്ന് മാറി പെട്ടെന്ന് തന്നെ പല പുതിയ പുതിയ ക്യാരക്ടറുകൾ വരികയും കഥയെല്ലാം കുറച്ചുകൂടി കോംപ്ലക്സ് ആയി മാറുകയും ചെയ്തതാണ് മോശം അഭിപ്രായങ്ങൾ കിട്ടാനുള്ള പ്രധാന കാരണം. സോ സെക്കൻഡ് ഹാഫിൽ വന്നിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തുടക്കത്തിൽ വന്നിരുന്നത് പോലെ ആ ഒരു മർഡറുമായി ബന്ധപ്പെട്ട് മാത്രം ചിത്രത്തെ അവതരിപ്പിക്കുകയായിരുന്നു ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് ചിത്രത്തിലെ സസ്പെൻസുകൾ. ചിത്രത്തിലെ ഒട്ടുമിക്ക ക്യാരക്ടറുകൾക്കും രണ്ട് ഐഡന്റിറ്റി ഉള്ളതുപോലെ കാണിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ പറയുന്ന അമർ എന്ന ക്യാരക്ടറിനെ ആദ്യം സത്യസന്ധനായിട്ടുള്ള ഒരാളായി കാണിക്കുകയും പിന്നീട് അയാളുടെ യഥാർത്ഥ ഐഡന്റിറ്റി അതല്ല എന്ന് കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അലൻ എന്ന നായക കഥാപാത്രവും പുറമെ വളരെ പാവമായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ കൊലപാതകം വരെ നടത്തുന്ന ഒരാളാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വില്ലനായി വന്നിരിക്കുന്ന വിനയ് റോയുടെ ക്യാരക്ടറും. ഇങ്ങനെ ഒട്ടുമിക്ക ക്യാരക്ടറുകൾക്കും രണ്ട് ഐഡന്റിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നത് സസ്പെൻസോട് കൂടിയാണ് അവതരിപ്പിക്കാനായി ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ തുടക്കത്തിൽ പറഞ്ഞ അമർ എന്ന ക്യാരക്ടറിന്റെ കാര്യം നമുക്ക് ഒരു പരിധിവരെ സസ്പെൻസ് ആയിട്ടുണ്ടാകും. എന്നാൽ വില്ലനായി വരുന്ന അലൻ എന്ന ആ ക്യാരക്ടറിന്റെ കാര്യം നമുക്ക് അത്രയും സസ്പെൻസ് ആയി തോന്നുകയില്ല. അതിന് പ്രധാന കാരണം ആ റോൾ ചെയ്തിരിക്കുന്നത് വിനയ് റോയ് ആണെന്നതാണ്. വിനയ് റോയ് ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക റോളുകളും വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിനെ തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ ഇയാൾ ഈ കാണിക്കുന്നത് പോലെ മാന്യനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു ഓഫീസർ ഒന്നുമല്ല, ഇയാൾ തന്നെയാകും ഈ കഥയിലെ വില്ലൻ എന്ന് നമ്മൾ ഏറെക്കുറെ ഉറപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ തുടക്കത്തിൽ അമർ എന്ന ക്യാരക്ടറിനെ ആരോ കൊല്ലുന്നതായി കാണിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ അത് മിക്കവാറും ഇയാൾ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് ഇത്തരത്തിൽ ഒരു മോശം ക്യാരക്ടറിനെ കൊന്നിരിക്കുന്നത് നായകനാണ് എന്ന് നമ്മൾ ഊഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് ചെയ്തിരുന്നത് ടൊവിനോയാണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു സസ്പെൻസിന്റെ കിക്ക് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നുമില്ല. സോ ഇതൊഴിവാക്കാനുള്ള മാർഗം തുടക്കത്തിൽ തന്നെ ഈ അമർന്ന ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത്, പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ എടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി പൈസ തട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും തുടക്കത്തിൽ തന്നെ കാണിക്കാതെ പകരം ഒരു മർഡർ നടന്നു എന്നുള്ള രീതിയിൽ തുടങ്ങുകയായിരുന്നുവെങ്കിൽ അയാളുടെ സ്വഭാവം അവിടെ വെച്ച് കാണിക്കാതിരിക്കുന്നത് കൊണ്ട് അയാളെ കൊന്നത് നായക കഥാപാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകില്ല. പകരം ഒരു മർഡർ നടക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രം തുടങ്ങി അതിലേക്ക് സഹായത്തിനായി ടൊവിനോയുടെ ക്യാരക്ടർ വരുന്നു എന്ന രീതിയിൽ കാണിച്ചാൽ മതിയായിരുന്നു. അതുപോലെ വിനയ് റോയുടെ ക്യാരക്ടർ അയാൾക്ക് പകരം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നെങ്കിൽ വിനയ് റോയ് ഗംഭീരമായി തന്നെ ആ റോൾ ചെയ്തിട്ടുണ്ട്. വിനയ് റോയി തന്നെ കൊണ്ടുവരാനുണ്ടായ കാരണം വിനയ് റോയും ടൊവിനോയും ഏകദേശം രൂപം കൊണ്ടും ഹൈറ്റ് കൊണ്ടുമെല്ലാം ഒരുപോലെ തന്നെ നിൽക്കുന്നത് കൊണ്ട് തൃഷയുടെ ക്യാരക്ടറിന് തെറ്റിപ്പോയി എന്ന് കാണിക്കുമ്പോഴെല്ലാം അത് കുറച്ചുകൂടി വിശ്വസനീയമാകും എന്നതാണ്. ഇതുപോലെ വിനയ് റോയുടെയും ടൊവിനോയുടെയും എല്ലാം ഹൈറ്റിനോട് ഒത്തിണങ്ങുന്ന മറ്റൊരാളെ അധികം സിനിമകളിൽ വില്ലനായിട്ടൊന്നും വരാത്ത, നമ്മൾ ഒരു തരത്തിലും അയാൾ വില്ലനാകുമെന്ന് തുടക്കത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരാളെയാണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഈ ഒരു സസ്പെൻസും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചേനെ. പിന്നെ സിനിമയിലെ ഒരു നെഗറ്റീവായി തോന്നിയത് ഹരൺ എന്ന ടൊവിനോയുടെ ക്യാരക്ടറിന് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഒബ്സഷനാണ്. എല്ലാം പെർഫെക്റ്റായി ഇരിക്കണമെന്നുള്ള ഒരു ഒബ്സഷൻ ഹരന് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെയാണ് ആ സിനിമയിൽ ആ ക്യാരക്ടറിന് ഗുണമാകുന്നത് ദോഷമാകുന്നത് എന്നൊന്നും കാണിച്ചിട്ടില്ല. പലപ്പോഴും ഈ ഒരു ക്യാരക്ടർ ചെല്ലുന്നിടത്തെല്ലാം വളരെ കൃത്യമായി ഇരുന്ന സാധനമെല്ലാം ഒതുക്കി വെക്കുന്നുണ്ട്, നീറ്റായി ഡ്രസ്സ് ധരിക്കുന്നുണ്ട് എന്നെല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ ആ സ്കൈ മാർഷായിട്ടുള്ള ജോബിനോ അതല്ലെങ്കിൽ ആ മർഡർ നടത്തുന്നതിനോ ഒന്നും തന്നെ ഇയാളുടെ ഈ ഒരു ഒബ്സഷനുമായി കണക്ഷൻ ഒന്നും കൊണ്ടുവരുന്നില്ല. സോ ഈ ഒരു കാര്യത്തെയും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയി അവതരിപ്പിക്കാമായിരുന്നു.
സോ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ചിത്രത്തിൽ വളരെ നെഗറ്റീവായി വന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഈ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് എത്തരത്തിൽ ഈ ഒരു കഥയെ അവതരിപ്പിക്കാമെന്ന് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു രീതിയാണ് ഇനി പറയാനായി പോകുന്നത്. അതായത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു മർഡർ നടക്കുന്നു. ഒരു ഫാക്ടറിയിൽ വെച്ച് ഒരാളെ ആരോ കത്തിച്ച് കൊന്നിരിക്കുന്നു. സോ കത്തിച്ച് കൊല്ലുന്നതൊന്നും തുടക്കത്തിൽ അവിടെ കാണിക്കുന്നില്ല. പകരം തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഒരു കേസന്വേഷണം തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടേക്ക് സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസുകാരൻ കേസ് ഏറ്റെടുത്തുകൊണ്ട് വരുന്നു. ഇയാൾ വെറുതെ അങ്ങ് വരികയല്ല, കൊലപാതകം നടത്തി കുറ്റവാളി അവിടെ നിന്ന് പോയ സമയത്ത് കുറ്റവാളിയെ കണ്ടിട്ടുള്ള ഒരു ഐ വിറ്റ്നസിനെയും കൊണ്ടാണ് ഈ പോലീസുകാരൻ വരുന്നത്. ഇതിനായി അയാൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ അജു വർഗീസിന്റെ ക്യാരക്ടറിന്റെ സഹായവും തേടുന്നു. സോ ഇങ്ങനെ കേസന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും റെഫർ ചെയ്തിട്ടോ ഹരൺ എന്ന സ്കെച്ച് ആർട്ടിസ്റ്റ് ഈ കേസിലേക്ക് ഇൻവോൾവ് ആകുന്നു. സോ ഈ ഹരണ് ചെറുപ്പത്തിൽ തന്നെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ അച്ഛൻ കാരണം എല്ലാം പെർഫെക്റ്റ് ആയി വെക്കുക എന്നൊരു ഒബ്സഷൻ ഉണ്ട്. സോ ഈ ഹരനാണ് ചിത്രത്തിലേതുപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതും. സോ അയാൾ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് തന്റെ ഈ ഒരു ഒബ്സഷൻ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാത്ത രീതിയിലായിരുന്നു. എന്നാൽ അവിടെ അയാൾക്ക് ആകെ പറ്റിയൊരു തെറ്റ്, അന്ന് ഇയാളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് വന്നിരിക്കുന്ന ആ ഒരു ദൃക്സാക്ഷിയാണ് തൃഷയുടെ ക്യാരക്ടർ. അങ്ങനെ കേസന്വേഷണം തുടങ്ങുന്നു. പോലീസുകാർ അവരുടേതായിട്ടുള്ള രീതിയിൽ കേസന്വേഷണം നടത്തുന്നു. ഹരൺ ഇവരെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അജു വർഗീസിന്റെ ക്യാരക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് അമറിന്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറികൾ ആദ്യമായി കാണിക്കുന്നത്. ഇയാൾ എന്താണ് ചെയ്തിരുന്നതെന്നും എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ മരണപ്പെട്ടതെന്നും ആദ്യമായി കാണിക്കുന്നു. സോ ഇങ്ങനെ ഇവിടെ കാണിക്കുമ്പോഴാണ് ഇയാൾ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് ആദ്യമായി സ്ക്രീനിലേക്ക് വരുന്നത്. അതുവരെ മാന്യനായിട്ടുള്ള ഒരാളുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പെട്ടെന്ന് തന്നെ മുഴുവനായി മാറുകയും ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കൊന്നിരിക്കുന്നത് ആരാണ് എന്ന രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് അത് മാറുകയും ചെയ്യുന്നു. സോ ഈ അവസരത്തിൽ തന്നെ ഹരൺ തിരിച്ചറിയുകയും ചെയ്യുന്നു താൻ ചെയ്തിട്ടുള്ള കൊലപാതകത്തെക്കുറിച്ചാണ് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇവൾ അന്ന് കണ്ടിരിക്കുന്നത് തന്നെ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും അത്രയും പെർഫെക്റ്റായി താൻ നടത്തിയിട്ടുള്ള കാര്യത്തിൽ ഒരു പിഴവ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഹരൺ ആ പിഴവ് തിരുത്തിക്കൊണ്ട് ആ ഒരു കാര്യം, ആ ഒരു ക്രൈം വീണ്ടും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നു. സോ അതിനായി പോലീസുകാരുടെ കൂടെ തന്നെ അവരെ സഹായിക്കാനെന്ന പേരിൽ തുടരുന്ന ഹരൺ തന്നിലേക്ക് വരുന്ന എല്ലാ തെളിവുകളും ഒഴിവാക്കുന്നതിന് വേണ്ടി താൻ കൊന്നിട്ടുള്ള അമറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിലൂടെ അമറിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് പൈസ തട്ടിയെടുത്തുകൊണ്ടിരുന്നത് അലൻ എന്ന ആ പോലീസുകാരനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. സോ ഇതേ സമയം തന്നെ അലൻ തിരിച്ചറിയുന്നു അമറിനെ കൊന്നിരിക്കുന്നത്, തന്റെ സഹായിയായിരുന്ന അമറിനെ കൊന്നിരിക്കുന്നത് ഹരനാണെന്ന്. പിന്നീട് അങ്ങോട്ട് ഹരൺ ശ്രമിക്കുന്നത് ഇത്രയും വലിയ കുറ്റവാളിയായിട്ടുള്ള അലനെ താൻ ചെയ്തിട്ടുള്ള അമറിന്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയാളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അയാളെ കൊടുക്കാനും, അലൻ ആ സമയം നോക്കുന്നത് തന്റെ കൂട്ടാളിയെ കൊന്നിട്ടുള്ള ഹരനെ എല്ലാ തെളിവുകളോടും കൂടി പിടിക്കാനുമായിട്ടാണ്. ഇതേ സമയം തന്നെ അജു വർഗീസിന്റെ ക്യാരക്ടർ ഈ രണ്ടുപേരുടെയും, അലന്റെയും ഹരന്റെയും യഥാർത്ഥ ഐഡന്റിറ്റികൾ തിരിച്ചറിയുകയും ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നു. സോ ഈ സമയം ഹരനും അലനും അജു വർഗീസിനെ കൊല്ലാനുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുഖം തിരിച്ചറിയാനാകാത്ത തൃഷയുടെ മുന്നിൽ താൻ ഹരണാണ് എന്ന പേരിൽ അലൻ വന്നുകൊണ്ട് ഹരന്റെ പേരിൽ അജു വർഗീസിനെ കൊന്ന് ആ ഒരു കൊലപാതകം കൂടി ഹരന്റെ തലയിലേക്ക് ഇടാൻ അലൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സിനിമയിൽ തൃഷയുടെ ക്യാരക്ടറിന്റെ ആ മുഖം തിരിച്ചറിയാനാകാത്ത അവസ്ഥ ഏറ്റവും നന്നായി കാണിച്ചിരിക്കുന്നത് അജു വർഗീസിനെ കൊല്ലുന്ന ഈ ഒരു സീനിലാണ്. എന്നാൽ ഈ ഒരു കഥയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സീനിൽ മാത്രം ഒതുക്കാതെ ആ ഒരു സീനിന് ശേഷം ഷെമി തിലകന്റെ ക്യാരക്ടറിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി തന്നതിന് ശേഷവും പിന്നീടും ചില സീനുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരേണ്ടതുണ്ട്. അതായത് ഒരിക്കൽ ഈ ഒരു ക്യാരക്ടറിന് അബദ്ധം പറ്റിയെന്ന് ഷെമി തിലകന്റെ ക്യാരക്ടർ പറഞ്ഞതിന് ശേഷം പിന്നീടും ഇത്തരം സീനുകൾ വരികയും അവിടെയൊന്നും തനിക്ക് അബദ്ധം പറ്റുന്നില്ല, തനിക്ക് തെറ്റ് പറ്റുന്നില്ല എന്ന് ആ ഒരു ക്യാരക്ടറും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും വിശ്വസിക്കുകയും എന്നാൽ സത്യത്തിൽ അവിടെയും ആ ഒരു ക്യാരക്ടറിന് തെറ്റ് പറ്റിയെന്ന് പിന്നീട് മനസ്സിലാക്കി തരികയും ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി രസകരമാകുന്നതും ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു അവസ്ഥയുടെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്നതുമാകും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം എന്ന ചിത്രത്തിലെ മിസ്റ്റീരിയോയുടെ ഇല്യൂഷൻസ് ആണ്. ആ ചിത്രത്തിൽ ഒരു സീനിൽ സ്പൈഡർമാന്റെ മുന്നിൽ മിസ്റ്റീരിയോ ഇല്യൂഷൻസ് നടത്തുകയും സ്പൈഡർമാൻ അതിൽ പെട്ടുപോവുകയും അതിനുശേഷം കുറച്ചു കഴിഞ്ഞ് നിക് ഫ്യൂരി അവിടേക്ക് വരുന്ന സമയത്ത് അത് ഇല്യൂഷൻ അല്ല എന്ന് സ്പൈഡർമാനും പ്രേക്ഷകരും വിശ്വസിക്കുന്നുണ്ട്. പിന്നീടും അതും ഇല്യൂഷൻ തന്നെയായിരുന്നു എന്ന് കാണിച്ച് നമ്മളെല്ലാം ഞെട്ടിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിലും ഈ ക്യാരക്ടർ ഹരനെ പലപ്പോഴും സഹായിക്കാനായി ശ്രമിക്കുമ്പോൾ
ഇവളുടെ ഈ അവസ്ഥ മുതലെടുത്തുകൊണ്ട് അലൻ അവിടേക്ക് വന്നുകൊണ്ട് ഇവളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ പലപ്പോഴും അലന്റെയും ഹരന്റെയും ഇടയിൽ പെട്ടുപോകുന്ന ഈ ഒരു ക്യാരക്ടറിന് താൻ ആരെയാണ് ശരിക്കും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യം തിരിച്ചറിയാനാകാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് പോവുകയും ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്വയം തീരുമാനിച്ചുകൊണ്ട് തന്റെ മനസ്സിലെ വിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് നായകനെ സഹായിക്കുകയും അത്തരത്തിൽ നായകന് വില്ലനെ കൊല്ലാനായി അല്ലെങ്കിൽ വില്ലനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയും താൻ ചെയ്ത കുറ്റം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വില്ലന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് എല്ലാ തെളിവുകളും അയാളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അതൊരു പെർഫെക്റ്റ് ക്രൈം ആക്കി മാറ്റാനും സാധിക്കുന്നു. സോ ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള കഥകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു മർഡറിൽ തുടങ്ങുന്ന കേസ് അന്വേഷണവും അത് അന്വേഷിക്കാനായി ഒരു സാക്ഷിയുമായി വരുന്ന പോലീസുകാരനും അത് ചെയ്തിട്ടുള്ള കുറ്റവാളി തന്നെ ഇവരെ സഹായിക്കാനായി വരികയും പിന്നീട് സ്വയം നായകനും വില്ലനും എതിരാളികളെ തിരിച്ചറിയുകയും അതിലൂടെ നായകനും വില്ലനും നടത്തുന്ന പോരാട്ടം ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ പോലെ അവതരിപ്പിക്കുകയും ഇതിനിടയിൽ മുഖം തിരിച്ചറിയാനാകാത്ത ആ ഒരു സാക്ഷിയുടെ അവസ്ഥയും നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട് ചിത്രത്തിന്റെ പേര് പോലെ തന്നെ ഐഡന്റിറ്റി എന്ന രീതിയിൽ ഈ ഒരു ചിത്രം കൊണ്ടുവന്ന് അവസാനിപ്പിക്കാനും അതിൽ തന്നെ ആ ഒരു പെർഫെക്ഷൻ ഒബ്സഷൻ എന്നുള്ള കാര്യം കൂടി മനോഹരമായി ഉൾപ്പെടുത്താനും സാധിച്ചേനെ. സോ ഞാനീ പറഞ്ഞത് ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള അത്രയും വലിയ കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കി കഥ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ്. സോ എന്താണ് ഞാൻ ഈ പറഞ്ഞതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും അറിയിക്കുക. ഇനി അതല്ല ഇപ്പോൾ നിലവിലുള്ള ചിത്രം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതിനെക്കാട്ടിലും ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും അറിയിക്കാം. ഇനി ഇത് രണ്ടുമല്ല ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.